നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികൾക്കേറെ സുപരിചിതനായ നടനും ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമാണ് മേജർ രവി. മലയാള സിനിമയിൽ പട്ടാളക്കാരുടെ ജീവിതകഥ പറഞ്ഞിട്ടുള്ള ചിത്രങ്ങൾ കൊണ്ടുവന്ന നടൻ കൂടിയാണ് മേജർ രവി. പട്ടാളക്കാരുടെ ജീവിതം എങ്ങനെയാണെന്നത് മലയാളികൾ മനസ്സിലാക്കി തുടങ്ങിയത് മേജർ രവിയിലൂടെയാണ്. എന്നാൽ മേജർ രവി എന്ന പേര് കേൾക്കുമ്പോൾ മനസ്സിൽ ഓടി വരുന്നത് കീർത്തിചക്രയും കുരുക്ഷേത്രയും കാണ്ഡഹാറും പിക്കറ്റ് 43 ഒക്കെയാണ്. മോഹൻലാലിന്റെ കരിയർ ബെസ്റ്റ് സിനിമകളിൽ ചിലത് പിറന്നിട്ടുള്ളത് മേജർ രവിയിലൂടെയാണ്. മാത്രമല്ല, വളരെ അടുത്ത സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നവരാണ് മോഹൻലാലും മേജർ രവിയും. മോഹൻലാൽ മേജർ രവി കൂട്ടുകെട്ടിൽ ഒരുപിടി ഹിറ്റ് സിനിമകൾ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ മിക്ക അഭിമുഖങ്ങളിലും മോഹൻലാലിനെ കുറിച്ച് മേജർ രവി സംസാരിച്ചിട്ടുണ്ട്. അതേസമയം മമ്മൂട്ടിയെക്കുറിച്ച് മേജർ രവി അധികം സംസാരിച്ചിട്ടില്ല. ഇപ്പോഴത്തെ കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിൽ മമ്മൂട്ടിക്കൊപ്പമുള്ള തന്റെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മേജർ രവി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. പട്ടാളത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ മമ്മൂക്കയുമായി പരിചയപ്പെട്ടു. പെരുന്നാളിന്റെ സമയത്ത് പോയി കഴിഞ്ഞാൽ ചേച്ചി നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് കാണുന്നത് ഒരു ട്രീറ്റാണ്. എല്ലാവരെയും ഇരുത്തി ബിരിയാണി കഴിപ്പിക്കും. മമ്മൂക്ക നമ്മളോട് കാണിക്കുന്ന കെയർ കാണുമ്പോൾ നമ്മളൊക്കെ ആരാണ് എന്ന് തോന്നും. ഈ ആളുകളുമായി കുടുംബം പോലെയുള്ള ബന്ധം ഉണ്ടായതിൽ ഞാൻ അഭാഗ്യവാനാണ്. മമ്മൂക്കയുടെ അടുത്ത് എനിക്ക് എന്തെങ്കിലും ആവശ്യവുമായി പോയാൽ എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല, ഭ്രാന്തല്ലേ എന്ന് പറയും എന്ന് മേജർ രവി പറയുന്നു. പക്ഷെ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു കോൾ വരും, അല്ലെങ്കിൽ ഒരാൾ വന്ന് നമുക്ക് നാളെ ചെയ്യാമെന്ന് പറയും. ഏകദേശം എൻ്റെയും മമ്മൂക്കയുടെയും സ്വഭാവം ഒരുപോലെയാണ്. നോ പറഞ്ഞാലും ആർക്കെങ്കിലും വേണ്ടി ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്നും മേജർ രവി വ്യക്തമാക്കി. മോഹൻലാൽ തന്നെ എത്രമാത്രം മനസ്സിലാക്കുന്നു എന്നതിന് ഒരു ഉദാഹരണവും മേജർ രവി ചൂണ്ടിക്കാട്ടി. ഉണ്ണി മുകുന്ദനെ വെച്ച് ഒരു സിനിമ ചെയ്യാൻ വേണ്ടി നോക്കി. ആദ്യം പൃഥ്വിരാജിനെയായിരുന്നു നായകനാക്കിയത്. ഏതോ മണിരത്നം സിനിമയിൽ രാജു കുടുങ്ങി. ഒഴിവാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതോടെ ഉണ്ണി മുകുന്ദനെ വെച്ച് പടം പ്ലാൻ ചെയ്തു. ലാലിന്റെ തേവരയിലെ വീട്ടിലിരുന്ന് സംസാരിക്കവേ സിനിമ ചെയ്യുന്ന കാര്യം പറഞ്ഞു. എന്താണ് കഥയെന്ന് ചോദിച്ചു. കഥ പറഞ്ഞു. മന്ത്രവാദി നായകന്റെ ഉള്ളിൽ കയറി. സുമുഖനായ പയ്യൻ പൈശാചികമായ കാര്യങ്ങളാണ് വീടിന് മുറ്റത്തുള്ള ഭഗവതിയുടെ പ്രതിമ നായകൻ ഇളക്കിക്കൊണ്ടുപോയി കുളത്തിലെറിയുന്നു. എറിയുന്ന സമയത്ത് അമ്മ വന്ന് കാലിൽ പിടിക്കും. അമ്മയെ നെഞ്ചത്ത് ചവിട്ടും. അമ്മ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാതെ ഈ മകൻ വിഗ്രഹം കുളത്തിലെറിയും. നാട്ടുകാർ അമ്മയുടെ ശവ സംസ്കാരം നടത്തുമ്പോഴും നായകന് സ്വന്തം പെറ്റമ്മയാണെന്ന് മനസ്സിലാകുന്നില്ല. ഈ കഥ മോഹൻലാലിനോട് പറഞ്ഞപ്പോൾ നടൻ തിരിച്ചു ചോദിച്ച ചോദ്യം എന്തെന്നും മേജർ രവി പങ്കുവച്ചു. അണ്ണ, ആ ഭഗവതിയെ എടുത്തു കൊണ്ടുപോകുന്ന സമയത്ത് അമ്മ വന്ന് തടയുമ്പോൾ അമ്മയുടെ നെഞ്ചത്ത് ചവിട്ടുന്നുണ്ട്, ഷോട്ട് എടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. ഞാനൊന്ന് നോക്കി. അവിടെയാണ് മോഹൻലാൽ എന്ന വ്യക്തി എന്നെ മനസ്സിലാക്കുന്നത്. ഞാൻ അമ്മയെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ലാലിന് അറിയാമായിരുന്നു. അന്നത്തെ അവസ്ഥയിൽ ആ സീൻ എടുക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. കാരണം അമ്മ മരിച്ചിട്ട് 3 വർഷമേ ആയിട്ടുള്ളൂ. ഈ സിനിമ പിന്നീട് താൻ വേണ്ടെന്ന് വെച്ചെന്നും മേജർ രവി വ്യക്തമാക്കി. അതേസമയം മുൻപൊരിക്കൽ മോഹൻലാലുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് മേജർ രവി പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടുകയാണ്. പോർട്ട് ബ്ലെയറിൽ മിലിറ്ററി ഇന്റലിജൻസ് ഓഫീസറായി വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ ദിവസവും എയർപോർട്ടിൽ പോകും. ഇങ്ങനെ ഒരു ദിവസം മോഹൻലാലിന്റെ ഭാര്യ സഹോദരൻ സുരേഷ് ബാലാജിയെ കണ്ടെന്ന് മേജർ രവി പറയുന്നു. കാലാപാനി എന്ന സിനിമയുടെ ഷൂട്ട് അവിടെ നടക്കുന്നുണ്ട്. മേജർ രവിയല്ലേ എന്ന് ചോദിച്ചു. ലാൽ സാറിന് നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ടെന്നും സുരേഷ് ബാലാജി പറഞ്ഞു. ലാൽ തന്നെ കാണാൻ ആഗ്രഹിച്ചതിന് കാരണം എന്തെന്നും ഇദ്ദേഹം പറഞ്ഞതായി മേജർ രവി വ്യക്തമാക്കി. രാജീവ് ഗാന്ധി വധക്കേസിലെ ശിവരാസൻ ഗ്യാങ്ങിനെതിരെ ഓപ്പറേഷൻ ചെയ്തതിൽ ഓപ്പറേഷൻ കമാൻഡറായി CBIയുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു എന്ന കാര്യം സുരേഷ് ബാലാജി ലാലിനോട് പറഞ്ഞിരുന്നു. അന്ന് ലാൽ ഭയങ്കരമായി ഇത് ഫോളോ ചെയ്യുന്ന ആളാണ്. രാജീവ് ഗാന്ധി വധക്കേസ് കഴിഞ്ഞ് ദിവസവും ലാൽ പേപ്പർ വായിക്കും. അതിൽ എൻ്റെ ഫോട്ടോഗ്രാഫും വലിയൊരു റിപ്പോർട്ട് വന്നിരുന്നു. മലയാളിയാണ്, ഇയാളെ എവിടെയെങ്കിലും വെച്ച് കാണണമെന്ന് ലാൽ അന്ന് പറഞ്ഞിട്ടുണ്ടെന്നും സുരേഷ് ബാലാജി വ്യക്തമാക്കി. ഞാനും ലാലിന്റെ ഫാനാണെന്ന് പറഞ്ഞു. ലൊക്കേഷനിൽ വന്ന് അദ്ദേഹത്തെ കണ്ടൂടെ എന്ന് ചോദിച്ചു. വരാമെന്ന് ഞാനും. അന്ന് വൈകുന്നേരം ഗസ്റ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചു. കൂടെ ഇരുന്ന് സംസാരിക്കാമെന്ന് കരുതി 5 മണിക്ക് തന്നെ അവിടെ എത്തി. മുഴുവൻ യൂണിറ്റും പാക്കപ്പായി അവിടെയുണ്ട്. സുരേഷ് ബാലാജിയെ കണ്ടു. ഇന്ന റൂമിൽ ലാൽ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. അങ്ങോട്ട് പോയി. റൂമിന്റെ വാതിൽ തുറന്ന് കിടക്കുകയാണ്. ബെഡിൽ ലാൽ ഇരിക്കുന്നുണ്ട്. വിദേശികൾ ഉൾപ്പെടെ ചിലർ ആ റൂമിലുണ്ട്. ഹായ് ലാൽ, ഞാൻ രവിയാണെന്ന് പറഞ്ഞു. ലാൽ നോക്കി. എക്സൈറ്റ്മെന്റ് ഒന്നും അവിടെ നിന്ന് ഇങ്ങോട്ട് കാണുന്നില്ല. അവിടെ വെച്ച് ഞാൻ പരിങ്ങിപ്പോയെന്നും മേജർ രവി തുറന്നു പറഞ്ഞു. താനൊന്ന് പോയി തരുമോ? ഇവിടെ നിന്ന് എന്നായിരുന്നു ലാലിന്റെ വികാരം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞ് ഞാൻ കൈ കൊടുത്ത് തിരിച്ചുപോയി. സങ്കടവും അപമാനവും തോന്നി. ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ എൻ്റെ ഉള്ളിൽ മേജർ രവി എന്ന ഹുങ്കാർ മനുഷ്യൻ ഉണർന്നു. എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയ സുരേഷ് ബാലാജിക്ക് 2 കൊടുത്തിട്ടേ പോകുന്നുള്ളൂ എന്ന് കണ്ടപ്പോൾ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ടെന്ന് സുരേഷിന് മനസ്സിലായി. ലാലിനെ വിളിച്ച് മേജർ രവിയെ കണ്ടില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇല്ല, ഞാൻ കാത്തിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ മോഹൻലാലിന് തന്നെ മനസ്സിലാകാത്തതായിരുന്നു എന്ന് മേജർ രവി ചൂണ്ടിക്കാട്ടി. മോഹൻലാൽ വന്ന് ID കാർഡ് നോക്കി. ഇതും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന് ചോദിച്ചു. ലാൽ യഥാർത്ഥത്തിൽ ചമ്മി. ഇനി കുറ്റം എൻ്റെ തലയിലാക്കണം, പക്ഷേ ഞാൻ കട്ടയ്ക്ക് നിൽക്കുകയാണ്. മേജർ എന്ന് പറയാതെ രവി എന്ന് പറഞ്ഞാണ് ഞാൻ സ്വയം പരിചയപ്പെടുത്തിയത്.
പോയത്. അതും തന്നെ മനസ്സിലാക്കാത്തതിന് കാരണമാണെന്ന് മേജർ രവി ചൂണ്ടിക്കാട്ടി. അന്ന് രാത്രി സംസാരങ്ങളും ആഘോഷങ്ങളുമായി 12:30 മണിയായി. ഞാൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ മനുഷ്യൻ പിറകിൽ കയറിയിരുന്നു. ടൗണിൽ കറങ്ങി വരാമെന്ന് പറഞ്ഞു. മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളായിരുന്നു എന്ന് മേജർ രവി വ്യക്തമാക്കി. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.